കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രമോ വിശേഷം നമ്മൾ കാണുന്നേ ആദ്യ പതുക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുവാണ്. എഴുന്നേറ്റ് കഴിഞ്ഞപ്പം അമ്മൂമ്മനെ മുറി കണ്ടില്ല. അമ്മൂമ്മനെ വിളിച്ചോണ്ട് നേരെ താഴേക്ക് ഇറങ്ങിച്ചല്ലോ. അവിടെ ഫംഗ്ഷൻ നടക്കുവാണ്. ഈ സമയം ശ്രുതിയുടെ അമ്മ ഞങ്ങൾ പൊക്കോളാം രേവതി, അവനെ ഞാൻ ഉണർത്തിയിട്ട് പൊക്കോളാന്നൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് അതിനെ വിളിക്കാനായിട്ട് അങ്ങോട്ട് കയറി വരാൻ തുടങ്ങുമ്പോഴാണ് അവനങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അങ്ങനെ താഴെ ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യനെ കണ്ടിപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെ നോക്കുകയാണ്. അവൻ നേരെ ശ്രുതിയുടെ അടുത്തേക്കേ ചെല്ലുന്നേ. ശ്രുതിനെ നോക്കിക്കൊണ്ടിരുന്നേ. ശ്രുതിയുടെ അടുത്തേക്ക് എന്നിട്ട് അല്ല ആന്റി എന്താ ആന്റി എന്ന് വിളിച്ചിട്ട് ഓടി അങ്ങ് ചെല്ലുവാണ്. ഇത് കണ്ടതും ഒരു നിമിഷം ശ്രുതിയോ നമ്പർന്ന് പോയി. ആന്റി എന്നുള്ള വിളി അവന്റെ ഓടിവരവൊക്കെ. ശ്രുതി പെട്ടെന്ന് ചോദിച്ചു, നിനക്ക് ഇവനെ അറിയാവോന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ എനിക്കറിയില്ല എന്ന് പറയണം. ആന്റിക്ക് എന്നെ മനസ്സിലായില്ലേ, ഞാൻ ആദ്യാ എന്ന് പറയണം. ഇത് കേട്ടതും ചന്ദ്രമതി എല്ലാരും കൂടെ അന്തം വിട്ട് നിൽക്കുക. അവര് പരസ്പരം നോക്കുക. രേവതിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. കലാവതി മുത്തശ്ശിക്കും ഒരുപക്ഷെ ഇനി ആദിക്ക് നേരത്തെ അറിയാവോ. അപ്പൊ ചന്ദ്രമതി ഓർത്തു, ഇവള് ഇവിടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അധികം ബന്ധുക്കാരൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞേ, പിന്നെ എങ്ങനെയാ ഈ ചെറങ്ങോച്ചുവിന് ആന്റിന്നും വിളിച്ചോണ്ട് ചെല്ലുന്നേ. ഇപ്പൊ ആന്റി എങ്ങനെയോ ആയിരിക്കോ. ഒരു നിമിഷം ചന്ദ്രമതിയുടെ ഉള്ളിൽ കൂടെ ആ ചിന്തകളൊക്കെ കടന്നു പോകുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് വന്ന് ശ്രുതിയുടെ അമ്മയുടെ ചങ്കൊന്നടിച്ചു. വിമല പെട്ടെന്ന് ഓടി അങ്ങോട്ട് വന്നിട്ട് ആദിനെ കോരിയെടുക്കുക. നേ എന്താ മോനെ പറയണേ, ഇതൊരു ആന്റിയാ, സമ്മതിച്ചു. അതെ, നമ്മുടെ അവിടെയുള്ള ആന്റി അല്ല. അല്ല ഇത് കല്യാണി ആന്റിയാന്ന് പറയാ. ഇത് കല്യാണി ആന്റി അല്ല, ഇത് വേറൊരു ആന്റി. ഇന്ന് നോക്കിയേ, ഇതെവിടെ നിൽക്കുന്നോട്, അത് രേവതി ആന്റി. അതിന്റെ അപ്പുറം രേവതി ആന്റിയുടെ അനിയത്തി ദേവു ആന്റി. പിന്നീട് എല്ലാവരുമായിട്ട് പറഞ്ഞു, ഇവൻ ഇങ്ങനെ ആരെ കണ്ടിട്ട് ഓടിച്ചെന്ന് ആന്റി മാമാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കും. പെട്ടെന്ന് ചന്ദ്രമതി പറയും, നല്ല ബെസ്റ്റ് ഫാമിലി, നല്ല ബെസ്റ്റ് കൊച്ചും, ആരെ കണ്ടാലും ആന്റിന്ന് മാമാന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുന്നേ. മാമ പറഞ്ഞു മിണ്ടാതിരിക്കുക, അത് കുഞ്ഞു കൊച്ചല്ലേ, അതിനൊന്നും അറിയത്തില്ലല്ലോ, അതാരെ കണ്ടാലും ആന്റി അങ്കിൾ എന്നൊക്കെ പറയണേ, അതിപ്പോ എന്താ കുഴപ്പമിരിക്കണമെന്ന് ചോദിക്കാം. ആ സമയത്താണ് ശ്രുതിയുടെ ചങ്കിനകത്ത് ഒരു കുളിർമഴ പെയ്ത് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് നിൽക്കുമായിരുന്നു. ആദ്യം എടുത്തോണ്ട് ശ്രുതിയുടെ അമ്മ അങ്ങോട്ട് പോവാണ്. അങ്ങോട്ട് മാറി നിന്നിട്ട് പറഞ്ഞു, അതെ ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ, എല്ലാവരെ കാണുമ്പോഴും ഇങ്ങനെ തന്നെയാ സംസാരിക്കുന്നേ. ഇവൻ എല്ലാവരെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ പറയും. എല്ലാവരോടും ഇവന് ഭയങ്കര സ്നേഹമാന്ന് പറയാ. ആദ്യനെ കണ്ടതും സച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി. സച്ചി ഓടി വന്ന് അവനെ കോരി എടുക്കുവാണ്. എന്നിട്ട് ആദ്യക്കുട്ട എന്നാണ്ട് വിശേഷം. അല്ല ഇതെന്താ അങ്കിളുടെ കഴുത്തെ വലിയ മാലയൊക്കെ, നിനക്ക് മാല വേണോ, നീ ഇച്ചിരി വലുതാട്ടെ കേട്ടോ, ഇതുപോലെ മാല നിന്റെ കഴുത്തിൽ വിടാന്ന് പറയാ. ആദ്യം ചിരിക്കുക. പിന്നീട് ആദ്യം എടുത്തു പിടിച്ച് കൊഞ്ചിക്കുവാണ്. ഇങ്ങനെ താഴേക്കും വെള്ളമൊക്കെ ഒഴുക്കിയിട്ട് ഇങ്ങനെ കൊച്ചിനെ കൊഞ്ചിക്കുന്ന കാണുമ്പോൾ ശ്രുതി ഇങ്ങനെ അമ്പരന്ന് നോക്കി നിൽക്കുകയാണ്. ശ്രുതിക്ക് മനസ്സിലായി അതിനെ എത്രമാത്രം സച്ചി ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം കുറച്ച് ദിവസത്തെ പരിചയം മാത്രം ഉള്ളെങ്കിലും അവർ തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രേവതി സച്ചിയുടെ കൊഞ്ചിക്കലെ കണ്ട് എല്ലാവരും കൂടെ നിൽക്കുകയാണ്. പിന്നീട് ശ്രുതിയുടെ അമ്മ പറഞ്ഞു, എന്നാൽ ഞങ്ങളും അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ നേരെ മുകളിലേക്ക് പോയി ബാഗൊക്കെ എടുത്തോണ്ട് വരും ശ്രുതിയുടെ അമ്മ. എന്നാലും ആദ്യയുടെ മുഖത്തൊരു സംശയം ഇങ്ങനെ നേളിക്കുന്നുണ്ടായിരുന്നു. പിള്ള മനസ്സ് കള്ളവില്ലെന്നല്ലേ പറയണേ. അപ്പൊ കൊച്ചിന് കണ്ടാ അറിയാലോ. പക്ഷെ തന്നെ മൈൻഡ് പോലും കാണിക്കാതെ നിൽക്കുന്ന കല്യാണീനെ ഇങ്ങനെ രൂക്ഷമായിട്ടാണ് നോക്കണത്. ആദ്യം കല്യാണി എന്നുള്ള പേര് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ശ്രുതി എന്നുള്ള പേര് ഡ്യൂപ്ലിക്കേറ്റ് പേരാന്നുള്ള കാര്യം ഇവർക്കാർക്കും അറിയത്തില്ല, ഈ വീട്ടിലുള്ള എല്ലാവർക്കും. ആദ്യം അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് പോവാണ്. ടാറ്റയൊക്കെ പറഞ്ഞ് പോകുന്നേരം നേരെ നോക്കുന്ന ശ്രുതിയുടെ മുഖത്തേക്കായിരുന്നു. എന്നെ കണ്ടിട്ട് എന്നോട് മിണ്ടിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടഭാവമൊക്കെ ആ മുഖത്തുണ്ടായിരുന്നു. അവരങ്ങനെ പോയപ്പോഴത്തേനും പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ ചടങ്ങുകളൊക്കെ നടക്കുവാണ്. ഈ സമയം ശ്രുതി എന്നിട്ട് ചന്ദ്രമതി പറഞ്ഞു, അല്ല ആന്റി ഞാൻ അങ്ങോട്ട് ഇറങ്ങണ്ടേ, ഇതെന്ത് പോക്കാ മോളെ പോണേ, ഫുഡ് പോലും കഴിച്ചിട്ട് പോയപ്പോരെ. വേണ്ട ആന്റി, അത് ശരിയാവത്തില്ല, ഇപ്പൊ തന്നെ സമയം കുറേ, കസ്റ്റമേഴ്സ് ഒക്കെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് ചോദിക്കുക. അല്ല മോളെ, എന്നാലും അതൊന്നും കുഴപ്പമില്ല. പിന്നീട് ശ്രുതിയോട് പറഞ്ഞു, നമുക്ക് കാണാട്ടോ, ഞാനൊന്ന് ഇറങ്ങുമെന്ന് പറയണേ. അങ്ങനെ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുവാണ്. ശ്രുതിക്കാണെങ്കിൽ എങ്ങനെയല്ല അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എത്രയും പെട്ടെന്ന് ബസ് സ്റ്റോപ്പിലേക്ക് എത്തണം, അവരെ കാണണം, അമ്മേനെ അതിനെ കാണണം, ആ ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നേരെ ശ്രുതി പോവാണ്. ഈ സമയത്ത് ബാക്കി ചടങ്ങുകളൊക്കെ നടത്തുക. അച്ചമ്മയ്ക്കും അതുപോലെ തന്നെ ബാക്കി എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുവാണ്. സച്ചിൻ രേവതി അങ്ങനെ അച്ചമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്തു. ഈ സമയം ശ്രുതിക്ക് ടെൻഷനോട് ശ്രുതി നടക്കുക. അപ്പൊ ബസ് സ്റ്റോപ്പിലേക്ക് ആദ്യം എന്നപ്പോ ആദ്യം ചോദിച്ചു, ഇതെന്താ അമ്മൂമ്മേ, എന്നെയാണ് കല്യാണി ആന്റി കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്തില്ല, എന്നോട് എന്നൊന്നും മിണ്ടായിരുന്നേ, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ച ആന്റീനെ, ആന്റി എന്നോട് മിണ്ടിയില്ല എന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ലട മോനെ, അന്ന് മോനെ വിഷമിക്കണ്ട കേട്ടോ, ആന്റി മോനോട് മിണ്ടൂന്ന് പറയാണ്. എനിക്ക് ആന്റിയുടെ അടുത്തേക്ക് തിരിച്ചു പോകണമെന്ന് പറയാം. വേണ്ട, നമുക്ക് നമ്മുടെ വീട്ടിൽ പോണ്ടേ എന്ന് പറഞ്ഞ് കൊച്ചിനെ ആശ്വസിപ്പിച്ച് നിർത്തുമ്പോഴാണ് ശ്രുതിയുടെ വരവ് അങ്ങോട്ട്. അപ്പൊ ബസ് സ്റ്റോപ്പിന്റെ അവിടെ ഇവർ രണ്ടുപേരും നിൽക്കുന്ന കണ്ടു. അപ്പൊ ശ്രുതി വന്നിട്ട് ചോദിച്ചു, അമ്മ എന്ത് പരിപാടിയാ കാണിച്ചേ, എന്താ?
അല്ല ഇന്ന് തന്നെ ആദ്യനെ കൊണ്ട് അങ്ങോട്ട് വരേണ്ട വല്ല ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച രേവതിനെ വഴി വെച്ച് കണ്ടു കഴിഞ്ഞപ്പം അവളെ വിളിച്ചോണ്ട് മാത്രം അങ്ങോട്ട് വന്നേ. ആരെങ്കിലും വിളിച്ചോ ഉടനെ അങ്ങോട്ട് കയറി വന്നോണം. അതിന് അമ്മയോട് പറഞ്ഞോ ഞാൻ അങ്ങോട്ട് വരാനായിട്ട്? അമ്മയോട് ഞാൻ നേരെ വീട്ടിലേക്ക് പോകാനല്ലേ പറഞ്ഞേ. അതിന് എനിക്കറിയില്ലായിരുന്നല്ലോ കല്യാണി, നീ വിവാഹം കഴിക്കാൻ പോകുന്നേ, അല്ലെ നിന്നെ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന വീടാവുന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് പോയത്. എന്നാലും ആരെങ്കിലും വിളിച്ചോണ്ടെങ്കിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. പെട്ടെന്ന് ആദ്യക്കൂട്ടം പറഞ്ഞു, അതെ അത് രേവതി ആന്റിയുടെ വീടാ, രേവതി ആന്റി പാവമാന്ന് പറയണേ. പിന്നെ രേവതി ആന്റി പാവം, നിന്നോട് പറഞ്ഞിട്ടില്ലേ സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്തൊന്നും അധികം ഇടപെടാൻ പോകണ്ടെന്ന്? അതിന് രേവതി ആന്റി സ്ട്രേഞ്ചേഴ്സ് ഒന്നും അല്ല, രേവതി ആന്റി പാവം ആന്റിയാ. എനിക്ക് രേവതി ആന്റി ഒത്തിരി ഇഷ്ടമെന്ന് പറയാ. പെട്ടെന്ന് വിമല പറഞ്ഞു, നീ എന്താ കല്യാണി ഇങ്ങനെയൊക്കെ പറയണേ? കാരണം ഇവന്റെ ജീവൻ തന്നെ രക്ഷിച്ച അവളല്ലേ. ആ ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് അന്ന് അവളില്ലായിരുന്നെങ്കിൽ ഇവന്റെ ജീവൻ അപകടത്തിലാവണം. ഇതിന് ആ ഒരു നന്ദി പോലും ഇല്ലേന്ന് ചോദിക്കാം. അതൊക്കെ ശരി തന്നെയമ്മേ എന്നും പറഞ്ഞോണ്ട് അവളെ പോലെ ഒരുത്തിനടുത്തേക്ക് ഏറ്റിക്കൊണ്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇവനെയും കൊണ്ട്. ഇനി എന്തെങ്കിലും കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതം തകരും. അമ്മ അതിനെക്കുറിച്ച് എന്താ ചിന്തിക്കാത്തെ? അതൊക്കെ ശരിയാ കല്യാണി, പക്ഷെ എത്ര കാലം എന്ന് വെച്ചാൽ എങ്ങനെ നീ സത്യങ്ങളൊക്കെ മൂടി വെച്ചിരിക്കും? എന്റെ അഭിപ്രായത്തില് നീ ഉള്ള നേരത്തെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ നല്ലത്. കല്യാണം കഴിഞ്ഞ ശേഷം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ആ വീട്ടുകാരൊക്കെ നല്ലതാന്ന് തോന്നേ. പിന്നെ ആ സുധിയുടെ അമ്മ, അവരെ മാത്രം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. രേവതിയോടുള്ള ഇടപെടലൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം വന്നു. രേവതി പാവമായതുകൊണ്ടൊന്നും മിണ്ടാത്തെ. നീ സൂക്ഷിച്ചും കണ്ട് നിന്നോണം, അല്ലെങ്കിൽ അറിയാലോ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ അറിഞ്ഞാൽ ഒരു പക്ഷെ അവര് വെറുതെ ഇരിക്കില്ല എന്ന് പറയാം. അതൊക്കെ ഞാൻ നോക്കിയോളാം. അമ്മ എനിക്കൊരു ഉപകാരം ചെയ്തു തന്നാൽ മാത്രം മതി. ഇനി ദൈവത്തെ ഓർത്ത് ആ പരിസരത്തേക്ക് പോലും വരില്ലെന്ന് പറയാണ്. അതെങ്ങനെ ശരിയാകും കല്യാണി? ഇങ്ങോട്ട് വന്നില്ലേലും ഇനിയിപ്പൊ അവരുടെ മുത്തശ്ശീരെ വീട് നമ്മുടെ വീടിന്റെ അവിടെയല്ലേ. അപ്രതീക്ഷിത അവിടെ എങ്ങനെ വെച്ച് കാണാനിടയായ ചിലപ്പോ അങ്ങോട്ടൊക്കെ നമുക്ക് വന്നെന്നിരിക്കും. പെട്ടെന്ന് ചോദിച്ചു, അല്ല ഞാനൊരു സംശയം ചോദിച്ചേട്ടെ. എന്താ? എന്റെ ഫോട്ടോസോ വല്ലതും അവര് കണ്ടായിരുന്നു ചോദിക്കാം രേവതിയൊക്കെ അന്ന് വന്നപ്പോ. കണ്ടില്ല. അതെങ്ങനെ കാണാനാ? ചിറ്റയുടെ വീട്ടിലേക്കല്ലേ രേവതി വന്നേ, അവിടെ വെച്ചല്ലേ ഞങ്ങൾ കണ്ടത്, അല്ലാതെ നമ്മുടെ വീട്ടിലേക്ക് വന്നില്ലോ. സമാധാനം ഉണ്ട്, അത്ര സമാധാനം. എങ്ങാനും അവള് കണ്ടായിരുന്നെങ്കിൽ അവൾ ഈ കല്യാണം കൊളവാക്കിയനും. ഇങ്ങനൊന്നും പറയരുത് കല്യാണി, നിനക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് അവളെ കുറിച്ച്. അവള് പാവം, പിന്നെ പാവം അവളെപ്പോലെ ഒരു സാധനം ആ കുടുംബത്തിലല്ല. അവിടെ ആർക്കും അവിടെ അത്രയും ഒരു ഇഷ്ടമില്ല എന്ന് പറയണം. ഈ സമയം ആദ്യക്കുട്ടന് പറഞ്ഞു, ആന്റി വീട്ടിലേക്ക് വാ ആന്റി എന്ന് പറയണ. ആന്റിയെ പിന്നീട് ഒരു ദിവസം വരാട്ടോ എന്ന് പറയാം. അതെ എന്നാ നീ പൊക്കോ, നിനക്ക് ഒത്തിരി തിരക്കുള്ളല്ലേ എന്ന് ചോദിക്കുവാണ്. വേണ്ടമ്മ ഞാൻ ബസ് കയറ്റി വിട്ട് പൊക്കളാം, ബസ്സൊന്നും കയറ്റി വിടാൻ നിൽക്കണ്ട, അതിന് കുറെ സമയം പിടിക്കും. എനിക്കും ആദ്യം കൂടെ പോകാനുള്ളൂ, കുറച്ച് കഴിയുമ്പത്തേനും ബസ് വരുമെന്ന് പറയാം. എന്നാ ശരി നോക്കി പോണം, നീ പേടിക്കേണ്ട, ധൈര്യമായിട്ട് പൊക്കോ. ഇനി ഇപ്പം ഞാൻ രേവതിയുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നില്ല. അതെ അമ്മ ബസ് കയറിട്ട് വിളിക്കണോട്ടോ എന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞ് ആദ്യക്ക് ടാറ്റയെ കൊടുത്തിട്ട് ശ്രുതി അങ്ങോട്ട് പോവാണ്. ഈ സമയത്താണ് ബസ് സ്റ്റോപ്പിനകത്തുനിന്ന് ഒരാളും കൂടെ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഒരു വലിയ ഫ്ലെക്സ് ബോർഡ് പോലെ സൈഡിൽ വെച്ചിരുന്നതുകൊണ്ട് ശ്രുതി കാണാതിരുന്നാണ് അയാളെ. ശ്രുതി നേരത്തെ തെറാപ്പിയൊക്കെ ചെയ്യാൻ പോകുന്നത് ആ മാഡത്തിന്റെ പിയെ. അയാളാണ് ഇടയ്ക്കിടയ്ക്ക് ശ്രുതിനെ വിളിച്ച് ഇങ്ങനെ ഓരോ ശല്യം ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് മസാജ് ചെയ്ത് തരണമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടു. ഓഹോ, അപ്പൊ ശ്രുതിക്ക് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് ഇവരുമായിട്ട്, എന്താണെന്ന് അറിയത്തില്ല. അവൾ എന്തൊക്കെയോ സത്യങ്ങൾ മറച്ചു വെച്ചിട്ടാണ് ഈ കല്യാണത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എന്താണെന്നത് കണ്ടുപിടിക്കണം. ഒരു പക്ഷേ ഇത് ശ്രുതിയുടെ അമ്മയായിരിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. അവൾക്ക് ബന്ധുക്കാരൊന്നും ഇല്ലെന്നാ പറഞ്ഞ്. അപ്പൊ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിനകത്ത് വേറെ എന്തോ വലിയൊരു കാര്യമുണ്ട്. എന്താണെങ്കിലും അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഈ സമയത്ത് ബസ് അങ്ങോട്ട് വരുന്നേ. ബസ്സിലേക്ക് ചാടിക്കേറി ആദ്യയുടെ അമ്മ. ഈ സമയത്ത് അയാൾ എന്ത് ചെയ്യണം? അയാൾ ആ ബസ്സിലേക്ക് കയറോ? പിന്നെ ഒന്നും നോക്കിയില്ല. ഇനിയിപ്പൊ സുധീനെക്കുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞേ പറ്റുള്ളൂ. അവൾ തന്റെ കർണത്തടിച്ചോളൂ, അവളെ അങ്ങനെ വെറുതെ വിടാൻ കൊള്ളൂല. അവളുടെ കല്യാണമാണെങ്കിൽ ആ കല്യാണം ഒന്ന് കുളവാക്കണല്ലോ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അയാളും കയറി. പിന്നീട് ശ്രുതിയുടെ അമ്മ ടിക്കറ്റ് എടുത്ത സ്ഥലത്തേക്ക് തന്നെ അയാളും ടിക്കറ്റ് എടുക്കുവാണ്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് അവര് യാത്ര ചെയ്യുക. കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് ഇറങ്ങേണ്ട സ്ഥലമായി ശ്രുതിയുടെ അമ്മയ്ക്ക്. അങ്ങനെ വിമല ആദ്യം കൂട്ടി ഇറങ്ങുന്ന സമയത്ത് അയാളിരുന്ന് മയങ്ങിപ്പായിരുന്നു. പെട്ടെന്ന് അയാളെ വിളിച്ചിട്ട് ഡ്രൈവർ പറഞ്ഞു, സ്ഥലം എത്തി, നിങ്ങൾ ഇറങ്ങണില്ലേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് അയാളും ഇറങ്ങി. ഈ സമയം ശ്രുതിയുടെ അമ്മയും ആദ്യം കൂടെ നടക്കുവാണ്. അങ്ങനെ നടന്ന പുറകെ തന്നെ ഇയാളും പോവാ. വീട് എവിടെയാന്ന് എന്താന്നൊക്കെ അറിയണമല്ലോ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട് ആദ്യം വിമലയും കൂടെ. ഞാൻ വീടിന്റെ അവിടെ നിന്ന് അയാളും നിൽക്കുവാണ്. അവർ കയറി പോകുന്നതെന്ന് നോക്കി. ഈ സമയം വീട്ടിലേക്ക് വന്ന് ആകെപ്പാടെ സമനില തെറ്റിയ പോലെയായിരുന്നു ശ്രുതി. വന്നു കഴിഞ്ഞപ്പോൾ മീരി ഉണ്ടായിരുന്നു. എന്ത് പറ്റി? ഇപ്പൊ എന്ത് പറ്റാനാ? കൂടുതലൊന്നും പറ്റാനില്ല, കാര്യം പറയെന്താന്ന്. അമ്മ ആദ്യം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മീര പറഞ്ഞു, ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ സംഭവങ്ങളാണല്ലോ. ഇതിപ്പോ ആരും മനഃപൂർവ്വം വിളിച്ചുകൊണ്ട് വന്നല്ല അവരെന്ന് പറയണം. അതൊക്കെ ശരി തന്നെയടി, നിനക്കറിയാവുന്ന കാര്യമല്ലേ. ഈ വിവാഹം കൂടെ മുടങ്ങിയിട്ടുണ്ട്, പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞോണ്ട് നിനക്ക് നിന്റെ അമ്മേനെ മോനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അതില്ല മീര, പക്ഷെ അതല്ലല്ലോ. ഒന്ന് ഓർത്തു നോക്കിയേ,
ഞാൻ എത്രമാത്രം റിസ്ക് എടുത്ത വിവാഹം നടത്തുന്നതെന്ന് തന്നെ ആ വീട്ടുകാരറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഒരിക്കലും ഇതിന് സമ്മതിച്ചെന്ന് വരില്ല. പക്ഷെ എനിക്കതൊക്കെ അറിയാം. പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറ. ഇനിയെങ്കിൽ നീ സത്യം തുറന്നു പറയുന്ന ശ്രുതി നല്ലത്. ഒരു പക്ഷെ ഇങ്ങനെ കള്ളത്തരങ്ങൾ മൂടി വെച്ച് എത്ര കാലം നീ പിടിച്ചു നിൽക്കുന്നേ? അതൊന്നും കുഴപ്പമില്ല. കള്ളത്തരങ്ങൾ മൂടി വെച്ചിട്ടാണല്ലോ എനിക്ക് ഈ വിവാഹം നടക്കണം, അത് മാത്രം എന്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറയാം. പിന്നീട് ശ്രുതി പറഞ്ഞ് കല്യാണത്തിന് ശേഷം അറിഞ്ഞാലും കുഴപ്പമില്ല. മീര പറഞ്ഞ അന്നൊരു കാര്യം ചെയ്യാം, കല്യാണം കഴിഞ്ഞ് നീ സുധീരൻ കുട്ടി ഇവിടെ നിൽക്കും, ഞാൻ എങ്ങോട്ടേലും മാറിക്കോളാം എന്ന് പറയാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്റെ അമ്മായിമ്മയുടെ സ്വഭാവം അറിയാലോ, അവരെനിക്ക് വേണ്ടി എത്ര രൂപ മുടക്കിയേക്കുന്നതെന്ന്. എനിക്ക് ബ്യൂട്ടി പാർലർ ഇട്ട് തരാനും ഒക്കെ കുറെ പണം മുടക്കിയതാ. അപ്പൊ കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ സുധീരനെ വിളിച്ചോണ്ട് മാറിയിട്ടുണ്ട്, അത് ശരിയാവത്തില്ല. നന്ദിയോടല്ലേ കാണിക്കണേ. എന്നാ ശരി, നീ അവിടെ വന്ന് തന്നെ നിന്നു, വരുന്ന വെച്ചാന്ന് കണ്ടോ, ഞാൻ കൂടുതൽ നിന്നോട് പറയണില്ല എന്ന് മീര പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.